Hello all, welcome to another video of Prepwise. അപ്പോൾ ഇന്ന് നമ്മൾ ടൈറ്റിൽ കണ്ടതുപോലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUCET 2021 അഡ്മിഷൻ നോട്ടിഫിക്കേഷനെ പറ്റിയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് CUCET എന്നത് മനസ്സിലാക്കാം. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം, പക്ഷെ അല്ലാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാം എന്താണ് CUCET എന്നുള്ളത്. സോ CUCET അല്ലെങ്കിൽ CUCET എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആണ്. So Central Universities in the പറയുന്നത് they are established under the Central Universities Act of 2009 and it regulates their purpose, powers and governance. അപ്പോൾ ഇത് ഡയറക്ട്ലി വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷന് കീഴിലാണ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ത്യയിൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ there are almost 54 അല്ലെങ്കിൽ 50+ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. അതിൽ മിക്ക യൂണിവേഴ്സിറ്റീസ് നമുക്ക് അറിയാവുന്നതാണ്. JNU, DU, HCU, ജാമ്യ, അതുപോലെ തന്നെ വേറെ കുറച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റീസും കൂടി ഉണ്ട്. ഇത്തവണത്തെ CUCET എക്സാം കണ്ടക്ട് ചെയ്യുന്നത് NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ് ഇത്തവണത്തെ CUCET കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ദേ ഹാവ് എൻട്രൻസ് ഫോർ ബോത്ത് UG ആൻഡ് PG കോഴ്സസ്. ആൻഡ് ഇത്തവണത്തെ CUCETൽ 12 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കൊല്ലം ഡിഫറെന്റ് നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് എൻട്രൻസ് പ്രോസസ്. ഇപ്പൊ കഴിഞ്ഞ തവണ there were almost 18 യൂണിവേഴ്സിറ്റീസ്, പക്ഷെ ഇത്തവണ ഇറ്റ് ഇസ് ജസ്റ്റ് 12 യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ UG ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസിനെ പറ്റി മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് ഇത്തവണത്തെ CUCET 2021 കീഴിൽ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വി ഹാവ് 12 ടോട്ടൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ വി ഹാവ് ആസാം യൂണിവേഴ്സിറ്റി സിൽച്ചാർ, then Central University of Gujarat, Central University of Jammu, Central University of Andhra Pradesh, Central University of Haryana, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ്. ഇനി ബാക്കി 6 യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്, സൗത്ത് ബീഹാർ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ ആൻഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു. ഇപ്പൊ നമ്മൾ 1 by 1 ഇനി ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും ഏതൊക്കെ കോഴ്സസ് ആണ് അവൈലബിൾ എന്ന് നമ്മൾ കാണും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ടോട്ടൽ UG PG പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ 12 യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. പക്ഷെ എല്ലാ യൂണിവേഴ്സിറ്റിയും ഒരു UG പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. നമുക്കിവിടെ കാണാൻ സാധിക്കും പഞ്ചാബും ആസാമും UG പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, PG പ്രോഗ്രാംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ലിസ്റ്റിൽ കാണുമ്പോൾ 12 യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞിട്ട് 10 യൂണിവേഴ്സിറ്റീസ് മാത്രം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട. ആസാമും പഞ്ചാബും ഇത്തവണ UG പ്രോഗ്രാംസ് CUCET വഴി ഓഫർ ചെയ്യുന്നില്ല, PG പ്രോഗ്രാംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ആദ്യമേ ഞാനൊന്ന് പറയാണ്, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് CUCET 2021 കുറച്ച് ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് കാണാം. അപ്പോ ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഇപ്പൊ 16th ഓഗസ്റ്റ് ഇപ്പോ ലാസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഫോർ ദി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 1st September ആണ്. ദാറ്റ് ഇസ് ടിൽ 11:50 PM. ദെൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സക്സസ്ഫുൾ ഫീ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 2nd September ആണ്, ജസ്റ്റ് ദ നെക്സ്റ്റ് ഡേ. ചിലപ്പോൾ ലാസ്റ്റ് ഡേറ്റിൽ കുറച്ച് ദിവസം എക്സ്റ്റൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്യുക. ആൻഡ് ഇനി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നതും ഇവിടെയും ഇവരൊരു നോട്ടിഫിക്കേഷനിൽ ഇവർ ഈ ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇവരുടെ പ്രോസ്പെക്ടസിൽ ടു ബി അനൗൺസ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നാലും ടെന്റേറ്റീവ് ആയിട്ട് ഈ നോട്ടിഫിക്കേഷൻ റീസെന്റ് ഇന്നലെ വന്നത് കൊണ്ട് തന്നെ ഈ ഡേറ്റ്സ് ആവാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. സോ ഡേറ്റ്സ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 15, 16, 23rd and 24th September. സോ ഇറ്റ് ഇസ് ജസ്റ്റ് നെക്സ്റ്റ് മന്ത്. അപ്പൊ ഇപ്പോഴേ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ഡ്യൂറേഷൻ ഓഫ് എക്സാം എന്ന് പറയുന്നത് ഇറ്റ്സ് 2 hours 120 minutes. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് MCQ ആണ്. ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്, എക്സെപ്റ്റ് ഫോർ ലാംഗ്വേജ് കോഴ്സസ്. ഇനി നമുക്ക് ടോട്ടലി കോഴ്സസ് അവൈലബിൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോ ടോട്ടൽ ഓഫ് 64 UG കോഴ്സസ് ആണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതില് സാധാ UG പ്രോഗ്രാംസ് ഉണ്ട്, BTech പ്രോഗ്രാംസ് ഉണ്ട്, ആൻഡ് ഇന്റഗ്രേറ്റഡ് UG കോഴ്സസും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പ്രോസ്പെക്ടസ് കണ്ടാൽ മനസ്സിലാക്കുന്നത് ഈ എക്സാം എന്ന് പറയുന്നത് 2 രീതിയിലാണ് ഈ എക്സാം നടക്കുന്നത്. 1 type ഓഫ് എക്സാം ഇസ് ഫോർ ദി സയൻസ്. അതിനാണ് ഈ കോഡ് കൊടുത്തിരിക്കുന്നത് UI അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ഇന്റഗ്രേറ്റഡ് QP ക്വസ്റ്റ്യൻ പേപ്പർ 01. അപ്പൊ 1 എന്ന് പറയുന്നത് മെയിൻലി ഫോർ സയൻസ് പേപ്പേഴ്സ് ആണ്. ആൻഡ് അതുപോലെ തന്നെ UI ക്വസ്റ്റ്യൻ പേപ്പർ 2 എന്ന് പറയുന്നത് ഫോർ ദി അതർ സബ്ജക്ട്സ്. അതർ സബ്ജക്ട്സിൽ എല്ലാം പെടും, ആർട്സ്, സോഷ്യൽ സയൻസ് ആൻഡ് അതേഴ്സ്.
അപ്പൊ ഇത് രണ്ടുമാണ് മെയിൻലി ഉള്ള രണ്ട് എക്സാം പാറ്റേൺസ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇനി എക്സാമിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഫോർ എവറി റൈറ്റ് ആൻസർ യു ഗെറ്റ് 1 മാർക്ക് ആൻഡ് യു ഹാവ് നെഗറ്റീവ് മാർക്കിംഗ് ഹിയർ. അതായത് 0.25 മാർക്സ് നെഗറ്റീവ് മാർക്ക് വരുന്നതാണ് ഫോർ എവറി റോങ് ആൻസർ. ഇനി നമുക്ക് ഈ എക്സാം പാറ്റേൺ ഒന്ന് വിശദമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് എക്സാംസ് ആണ് നടക്കുന്നത്. അതായത് ഈ UIQP01 UIQP02. അപ്പൊ 01 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ മെയിൻലി സയൻസ് സബ്ജക്ട്സിനാണ്. ഇവിടെ തന്നെ നമുക്ക് കാണാം പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. പാർട്ട് എയിൽ വരുന്നത് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ദെൻ ന്യൂമറിക്കൽ എബിലിറ്റി, ഇതൊക്കെ 25 ക്വസ്റ്റ്യൻസ് പാർട്ട് എയിൽ വരുന്നുണ്ട് ജനറലി. ഇനി പാർട്ട് ബി എന്ന് പറയുന്നത് സയൻസ് ബേസ്ഡ് ആണ്. അതായത് യു ഹാവ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി. അപ്പോൾ ഈ കോഡ് വരുന്ന കോഴ്സസിനെല്ലാം ഇതായിരിക്കും സിലബസ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കോഴ്സ് നോക്കുമ്പോൾ അത് ഏതായാലും പേപ്പർ കോഡും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇതിൽ ഏതൊക്കെ കോഡിന്റെ അടിയിൽ ഏത് കോഴ്സാണെന്ന് പറയുന്നത് ഞാൻ പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ആ കോഡിന്റെ ഇതനുസരിച്ചിട്ട്, കോഴ്സിന്റെ ഇതനുസരിച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് നോക്കിയാൽ കാണാം, ഈ QP02 എന്ന് പറയുന്നത് കൂടുതലും ഫോർ ദി അതർ സബ്ജക്ട്സ്, അതായത് സയൻസ് അല്ലാത്ത സബ്ജക്ട്സിനാണ് ഈ QP02. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഈ 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എല്ലാം ഒരു ജനറൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ യു ഹാവ് ഇംഗ്ലീഷ്, then numerical aptitude, data interpretation, analytical skills, reasoning, general aptitude and general knowledge. അപ്പൊ ഇവിടെ സയൻസ് സബ്ജക്ട്സ് വരുന്നില്ല. എല്ലാം ഒരു നോർമൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുന്ന ജനറൽ ആയിട്ടുള്ള പോർഷൻസ് ആയിരിക്കും ഈ QP02 കോഡുള്ള സബ്ജക്ട്സിന് ഈ വരുന്ന എൻട്രൻസ് എക്സാമിന്റെ ഒരു സിലബസ്. ഇനി നമുക്ക് ഒരു കോഴ്സസ് നമുക്ക് യൂണിവേഴ്സിറ്റി വൈസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. So first we have Central University of Haryana, and ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ രണ്ട് ടൈപ്പ് ഓഫ് കോഴ്സസ് ഉണ്ട്. സയൻസ് കോഴ്സസ് ഉണ്ട് ആൻഡ് അതർ കോഴ്സസ്. സയൻസ് കോഴ്സസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോഡ് ശ്രദ്ധിക്കുക, UIQP01. അപ്പോൾ ഈ താഴെ പറയുന്ന കോഴ്സസിനെല്ലാം സിലബസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഈ QP01 സിലബസ് തന്നെയായിരിക്കും, അതായത് സയൻസ് സിലബസ് തന്നെയായിരിക്കും. അപ്പോൾ ഇവര് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സയൻസ് കോഴ്സസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ദേ ഹാവ് BVoc, ദെൻ ബയോമെഡിക്കൽ സയൻസസ്, BVoc ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മാനേജ്മെന്റ്. പിന്നെ 3 ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ആണുള്ളത്. ഇന്റഗ്രേറ്റഡ് MSc, അതായത് 5 year കോഴ്സസ് ആയിരിക്കും റൈറ്റ് ആഫ്റ്റർ +2. അത് ദേ ഹാവ് ഇന്റഗ്രേറ്റഡ് MSc കെമിസ്ട്രി, MSc മാത്തമാറ്റിക്സ് ആൻഡ് MSc ഫിസിക്സ്. പിന്നെ അതിനുശേഷം അവർ 4 BTech കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, പ്രിന്റിംഗ് ആൻഡ് പാക്കേജിംഗ് ടെക്നോളജി. ഇനി അതർ കോഴ്സസിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇപ്പൊ അതർ ഈ QP02 എന്ന് പറയുന്നത് ഈ ജനറൽ പേപ്പർ ആയിരിക്കും. അതിന്റെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് BVoc, റീറ്റെയിൽ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്. അപ്പോൾ ഇത്രയും കോഴ്സസ് ആണ്, ഈ 10 കോഴ്സസ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് അടുത്തതായി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് കാണാം. ഇവിടെ സയൻസ് കോഴ്സിൽ അവരെല്ലാം ഇന്റഗ്രേറ്റഡ് കോഴ്സസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദേ വിൽ ബി 5 year കോഴ്സസ്. അത് ദേ ഹാവ് ഓണേഴ്സും ആണ്, BSc ഓണേഴ്സ്, MSc ഇന്റഗ്രേറ്റഡ് ആണ്. അത് ദേ ഹാവ് ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ഫിസിക്സ്. അപ്പൊ മാത്സ് ഒഴിച്ച് ബാക്കി മെയിൻ സയൻസ് സബ്ജക്ട്സ് എല്ലാം അവര് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ സയൻസ് സിലബസ് വരുന്ന എൻട്രൻസ് ആണ്, അതായത് QP1. ഇനി നമുക്ക് അതർ കോഴ്സസ് നോക്കാം. അതായത് QP02 ജനറൽ പേപ്പറിൽ വരുന്ന എൻട്രൻസ് പേപ്പർ വരുന്ന കോഴ്സസ് നോക്കാം. അപ്പോൾ ദേ ഹാവ് BVoc റീറ്റെയിൽ മാനേജ്മെന്റ്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ടൂറിസം മാനേജ്മെന്റ്. അതുപോലെ തന്നെ ഇവർക്കൊരു ഇന്റഗ്രേറ്റഡ് BA B.Ed പ്രോഗ്രാമും കൂടിയുണ്ട്. പിന്നെ ദേ ഹാവ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് വെൽനെസ്, പിന്നെ ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് വെൽനെസ് മേക്കപ്സ് എസ്പെഷ്യലി. പിന്നെ ദേ ഓൾസോ പ്രൊവൈഡ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ബ്യൂട്ടി ആൻഡ് വെൽനെസ്. അപ്പോൾ ഇതെല്ലാമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു പ്രൊവൈഡ് ചെയ്യുന്നത്, ബോത്ത് സയൻസ് കോഴ്സസ് ആൻഡ് അതർ കോഴ്സസ്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക. സോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ സയൻസ് കോഴ്സസിൽ വരുന്നത് 2 BTech കോഴ്സ് ആണ്. ഒന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ ഒന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. പിന്നെ ദേ ഹാവ് എ BSc ട്രിപ്പിൾ മെയിൻ. ഈ 3 BSc സബ്ജക്ട്സ് വരുന്ന ഒരു BSc പ്രോഗ്രാം ആണ് ഈ BSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. ഇൻഡിവിജ്വലി അല്ല, ഇത് 3ഉം ട്രിപ്പിൾ മെയിൻ ആയിട്ടാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ്. പിന്നെ അതർ കോഴ്സസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ദേ ഹാവ് BA ഇംഗ്ലീഷ്, BA എക്കണോമിക്സ്, ദെൻ BBA ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, BSc സൈക്കോളജി, BSc ജിയോഗ്രഫി ആൻഡ് BSc ജിയോളജി.
അപ്പൊ ഇതെല്ലാമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക പ്രൊവൈഡ് ചെയ്യുന്ന സയൻസും ആൻഡ് അതർ കോഴ്സസ്. ഇനി നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ കൂടുതലും ഇന്റഗ്രേറ്റഡ് കോഴ്സ്, അതായത് ഇന്റഗ്രേറ്റഡ് കോഴ്സസ് മാത്രമേ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതെല്ലാം 5 year കോഴ്സസ് ആയിരിക്കും റൈറ്റ് ആഫ്റ്റർ യുവർ +2. ഇപ്പൊ സയൻസിൽ യു ഹാവ് സോ മെനി ഓപ്ഷൻസ് അവൈലബിൾ. ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, എൻവയറമെന്റൽ സയൻസ്, mathematics, microbiology, physics and statistics. Appo you have a total of 9 options available in integrated science courses. Ini other courses nokkanengil ivideyum integrated courses thaneyanu. You have integrated MSc economics and integrated MSc linguistics. Ini namukku Central University of Jharkhand edokka course provide cheyyunnathu nokkam. Science course il avaru aage oru BSc chemistry maathre provide cheyyunnullu. And other courses ആണെങ്കിൽ അവർ ലാംഗ്വേജ് കോഴ്സസ് ആണ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് BA ഇംഗ്ലീഷും ഉണ്ട്, അതുകൂടാതെ അധികം കോമൺ അല്ലാത്ത ഒരു BA ഓണേഴ്സ് പ്രോഗ്രാം ഇൻ കൊറിയനും ഉണ്ട്, BA ഓണേഴ്സ് ഇൻ ചൈനീസും ഉണ്ട്. അപ്പൊ ഇവിടെ കൂടുതലും ഒരു ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ടാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബിഹാർ എടുക്കുകയാണെങ്കിൽ ഇവിടെ സയൻസ് കോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമേ ഉള്ളൂ. അപ്പൊ ഇന്റഗ്രേറ്റഡ് BSc B.Ed പ്രോഗ്രാം ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇത് 2 തവണ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതിന്റെ പ്രോഗ്രാം ടൈപ്പും പിന്നെ ഒന്ന് ഇതിന്റെ പ്രോഗ്രാം കോഡും ആണ്. അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ അവർ കൊടുത്തിരിക്കുന്ന ഇതേപോലെ തന്നെ ഞാൻ ഇട്ടെന്നുള്ളൂ. ഒന്ന് പ്രോഗ്രാം കോഡും ഒന്ന് പ്രോഗ്രാമിന്റെ നെയിമുമാണ്. അതർ കോഴ്സസിൽ വരുന്നത് അഗൈൻ 2 ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ആണ്. ഒന്ന് BA B.Edഉം പിന്നെ ഒന്ന് BA LLB ഓണേഴ്സും. അപ്പോ ഈ 3 കോഴ്സസ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബിഹാർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് 4 യൂണിവേഴ്സിറ്റീസും കൂടി നോക്കാനുണ്ട്. അടുത്തതായി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടുവിലും നമുക്ക് കാണാം കൂടുതലും ഇന്റഗ്രേറ്റഡ് കോഴ്സസ് തന്നെയാണ് ഇവരും പ്രൊവൈഡ് ചെയ്യുന്നത്. സയൻസിലാണ് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത്. ദേ ഹാവ് MSc കെമിസ്ട്രി, MSc ലൈഫ് സയൻസസ്, MSc മാത്തമാറ്റിക്സ്, MSc ഫിസിക്സ്. പിന്നെ ദേ ഹാവ് ഇന്റഗ്രേറ്റഡ് BSc B.Ed പ്രോഗ്രാം, അതും സ്പെഷ്യലൈസിംഗ് ഇൻ മാത്തമാറ്റിക്സ്. പിന്നെ ദേ ഹാവ് BSc ഇൻ ടെക്സ്റ്റൈൽസ്. അതുപോലെ തന്നെ അതർ കോഴ്സസ് നോക്കുകയാണെങ്കിൽ ദേ ഹാവ് എൻ ഇന്റഗ്രേറ്റഡ് MA എക്കണോമിക്സ്, അഗൈൻ 5 year കോഴ്സ്. ദെൻ ദേ ഹാവ് BPA ബാച്ചിലേഴ്സ് ഇൻ മ്യൂസിക്. അടുത്തതായി ഇനിയുള്ള യൂണിവേഴ്സിറ്റീസിൽ, ഇനി വരുന്ന 3 യൂണിവേഴ്സിറ്റീസിൽ സയൻസ് കോഴ്സസ് ഒന്നും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആകെ ഓഫർ ചെയ്യുന്നത് ഈ അതർ കോഴ്സസ് മാത്രമാണ്, സയൻസ് അല്ലാത്ത കോഴ്സസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിൽ 4 കോഴ്സസ് ആണ് UG പ്രോഗ്രാം അവൈലബിൾ. അപ്പൊ ഇവിടെ കോഡ് ശ്രദ്ധിക്കുക, ഇത് QP2 ആണ്. അതായത് ജനറൽ പേപ്പർ ആയിരിക്കും, സയൻസ് പേപ്പർ അല്ല. ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് എന്ന് പറയുന്നത് BSc ഓണേഴ്സ് എക്കണോമിക്സ്, BA ഓണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ്, ദെൻ 2 BA വൊക്കേഷണൽ കോഴ്സസ് ആണ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റും ദെൻ റീറ്റെയിൽ മാനേജ്മെന്റ് ആൻഡ് IT. ഇതെല്ലാമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ അതർ കോഴ്സസ്. സയൻസ് കോഴ്സസ് അല്ല, ജനറൽ പേപ്പറിൽ വരുന്ന കോഴ്സസ്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത്, അഗൈൻ സയൻസ് കോഴ്സസ് ഇല്ല, ഈ അതർ ദാൻ സയൻസ് കോഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് കാണാം ലാംഗ്വേജ് കോഴ്സസ് 2 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BA ഓണേഴ്സ് ജർമ്മൻ സ്റ്റഡീസും BA ഓണേഴ്സ് ചൈനീസും. പിന്നെ ദേ ഹാവ് എൻ ഇന്റഗ്രേറ്റഡ് ഒരു ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ഉണ്ട്, അതായത് BA MA ഇൻ സോഷ്യൽ മാനേജ്മെന്റ്. ദെൻ ഫൈനലി വി ഹാവ് അവർ ഓൺ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഇവിടെ ഒരൊറ്റ കോഴ്സാണ്, അതായത് സയൻസ് അല്ലാത്ത കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് BA ഇന്റർനാഷണൽ റിലേഷൻസ്. അപ്പോ ഇതൊക്കെയാണ് ഈ 10 സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പ്രൊവൈഡ് ചെയ്യുന്ന UG നോർമൽ ആൻഡ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ്. ഇനി നമുക്ക് ഇതിന്റെ എല്ലാം ഒരു ജനറൽ എലിജിബിലിറ്റി ഒന്ന് മനസ്സിലാക്കാം. അപ്പോ ഇതിന് സ്പെസിഫിക് ആയിട്ടല്ല എന്ന് വെച്ചാൽ ഓരോ കോഴ്സ് എടുത്ത് നോക്കിയാൽ അതിൻ്റെതായ കുറച്ചൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എലിജിബിലിറ്റി പറയുന്നുണ്ട്. പക്ഷെ മോർ ഓർ ലെസ് ഇത് വളരെ സിമിലർ ആണ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമേ വരുള്ളൂ. അപ്പൊ നിങ്ങൾ ഏത് കോഴ്സിനാണ് അപ്ലൈ ചെയ്യുന്നത് അത് നിങ്ങൾ അതിന്റെ എലിജിബിലിറ്റി കൂടി നിങ്ങൾ മനസ്സിലാക്കുക. മോസ്റ്റ് ഓഫ് ദി ടൈം ഇത് ജനറൽ ആയിട്ട് ഇത് തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ BSc MSc സയൻസ് സബ്ജക്ട്സിന് കൂടുതലും വരുന്നത് എന്താണ്, ബേസിക് ആയിട്ട് 50% മാർക്സ് വേണം ഇൻ യുവർ 10+2 ലെവൽ, അതായത് ഇൻ 12th ലെവൽ. പിന്നെ സയൻസ് സ്ട്രീം ആയിരിക്കണം. നിങ്ങൾ ഏത് BSc സബ്ജക്റ്റ് ആണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ആ ഒരു സബ്ജക്ട് നിങ്ങൾ ഒരു പേപ്പർ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ അത് ഓരോ സബ്ജക്റ്റിലും ഇത് മാറിക്കൊണ്ടിരിക്കും. മിക്ക സ്ഥലത്തും ചിലപ്പോൾ മാത്സ് നിർബന്ധമായിരിക്കും. അല്ലാത്ത സമയം ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതിപ്പോ ചിലപ്പോൾ കെമിസ്ട്രി, ഒരു ബയോടെക്നോളജി ആണെങ്കിൽ ബയോളജി പഠിച്ചിട്ടുണ്ടാവണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ കോഴ്സിനും അതിൻ്റെതായ എലിജിബിലിറ്റി ഉണ്ട്. പക്ഷെ ജനറലി സയൻസ് സ്ട്രീമിലുള്ളവർക്ക് മിക്ക BSc MSc പ്രോഗ്രാംസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണ് നിങ്ങൾ കൊടുക്കുന്ന ആ സമയത്ത് ജസ്റ്റ് ഒന്ന് എലിജിബിലിറ്റിയും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ജനറലി ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് BA MA
പ്രോഗ്രാമിന്റെയും കൂടെ നമുക്ക് മനസ്സിലാക്കാം. BA, MA ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസിന്റെ. അപ്പൊ ഇവിടെയും ജനറലി തന്നെ 50% മാർക്സ് ആണ്. പിന്നെ ഏതോ 2-3 കോഴ്സസിന് മാത്രം അതൊരു 55% ഇവർ ചോദിക്കുന്നുണ്ട്. മോസ്റ്റ്ലി ഫോർ ലാംഗ്വേജസ്, BA ഇംഗ്ലീഷിനൊക്കെ. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി കറക്റ്റ് ഏതാണെന്നുള്ളത്. പിന്നെ മാത്സ് കമ്പൽസറി ആയിട്ടുള്ള, അതായത് നിങ്ങൾ 12th മാത്സ് പഠിച്ചിരിക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയ വെക്കുന്ന കുറച്ച് കോഴ്സസ് ആണ് BSc ഓണേഴ്സ് എക്കണോമിക്സ്, ഇന്റഗ്രേറ്റഡ് MSc എക്കണോമിക്സ്, പിന്നെ ഇന്റഗ്രേറ്റഡ് MA എക്കണോമിക്സ്. ഈ ഇന്റഗ്രേറ്റഡ് MA എക്കണോമിക്സിന് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചിരിക്കണം എന്നാണ് ക്രൈറ്റീരിയ ആയിട്ടുള്ളത്. ഈ പറഞ്ഞ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ യൂണിവേഴ്സിറ്റീസിനും കൂടി ജനറൽ ആയിട്ടുള്ള എലിജിബിലിറ്റി ആണ്. പിന്നെ നിങ്ങൾ ഏത് കോഴ്സാണോ കൊടുക്കേണ്ടത് അത് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾക്ക് 2 കോഴ്സിനും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. Q1 അപ്ലൈ ചെയ്യാം, Q2 അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഒരു ജനറൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ബോത്ത് BA ആൻഡ് MSc പ്രോഗ്രാംസ്. അപ്പോൾ നമ്മൾ Prepwise ഇനിയുള്ള വീഡിയോകളിൽ ഇതിന്റെ അഡ്മിഷൻ പ്രോസസ് ഇൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ Prepwise എന്ന് പറയുന്നത് കേരളത്തിൽ CUCET കോച്ചിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. യു ക്യാൻ ഡൗൺലോഡ് ദെയർ ആപ്പ് ഫ്രം ദി ആപ്പ് സ്റ്റോർ ആൻഡ് പ്ലേ സ്റ്റോർ and take their live classes and discussions. So next month an exam. So all the best for your preparation.